അല്ല, ആശാ വർക്കർമാരുടെ കാര്യം കാഷ്വലായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിക്ക് കൂടെ അപ്പോയിൻമെൻറ്റ് കിട്ടൂലേ. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് അപ്പോയിൻമെൻറ്റൊക്കെ വാങ്ങി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കിട്ടാത്തതിൻ്റെ കാരണം അതിനനുസരിച്ച് നോക്കാത്തതുകൊണ്ടായിരിക്കും. അല്ലാതെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ കിട്ടൂലേ. അത് മാത്രമല്ല, ഇത് അവർ കാഷ്വലായിട്ട് എടുക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പോൾ അത് പോരാ, അവർ ഒരു പട്ടിണി സമരമാണ് നടത്തുന്നത്. എന്തൊരു കഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട എത്ര ദിവസമായി. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷം അവരുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഏതൊക്കെ രീതിയിൽ ഇനി അവർക്ക് പിന്തുണ കൊടുക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം എങ്കിൽ അത് കേന്ദ്രത്തിൽ പറഞ്ഞ് കേന്ദ്രം കൂടി അംഗീകരിക്കുന്ന ഒരു പദ്ധതിയാണല്ലോ ഇത്. സെൻട്രൽ കൂടി അംഗീകരിക്കുന്ന ഒരു പദ്ധതിയാണ്. കിട്ടാതൊന്നും വരില്ല. കേരളത്തിൽ നന്നായി നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന് ന്യായമായ ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഇനി ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിന് വഴി ഗവൺമെൻറ് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. സമരം ആരംഭിച്ച് 38 ദിവസം കഴിഞ്ഞപ്പോഴാണ് കേന്ദ്രമന്ത്രിയെ കാണാൻ എത്തിയെന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരും ആശാ വർക്കർമാരും പറയുന്നത്. മാത്രമല്ല, ഇന്ന് കൂടിക്കാഴ്ചയ്ക്ക് അവസരം പ്രതീക്ഷിച്ച് 8 മണിക്കൂറാണ് ഈ കേരള ഹൗസിൽ അവർ താമസിച്ചത്. ഈ മതിയായ ഗൃഹപാഠം ചെയ്യാത്ത ഡൽഹിയിലെത്തിയത്. അതാണ് ഞാൻ പറഞ്ഞത്. 38 ദിവസം കഴിഞ്ഞിട്ടാണ് ചർച്ചയ്ക്ക് തന്നെ വിളിച്ചത്. അതിൻ്റെ ആവശ്യം എന്താ? ഈ ആശാ വർക്കർമാരൊരു സമരം ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ കേരളത്തിൽ ചർച്ചയ്ക്ക് വിളിക്കാമായിരുന്നില്ലേ അവരെ? അത് ഗവൺമെൻറ് ഇത് സീരിയസ് ആയിട്ട് എടുത്തില്ല. അതിനെ കളിയാക്കല്ലേ പലരും ആദ്യഘട്ടത്തിൽ ചെയ്തത്. അത് വളരെ മോശമായ ഒരു ആറ്റിറ്റ്യൂഡാണ് എടുത്തത്. ഇന്ന് അല്ല, ഇത് മാത്രമാണ് സമരത്തിലുള്ളത്. ബാക്കി 25,600 പേരും ഫീൽഡിലുണ്ട് എന്നാണ്. ഒരാളാണെങ്കിലും അവർ പറയുന്ന ആവശ്യം ന്യായമാണോ നോക്കണ്ടേ? എത്ര ആളുണ്ട് നോക്കിയിട്ടാണോ എല്ലാം തീരുമാനിക്കില്ല. അവർ പറയുന്ന ആവശ്യം ന്യായമാണെങ്കിൽ അവരെ വിളിച്ച് ചർച്ച ചെയ്യേണ്ടിയിരുന്നു. ഇപ്പോൾ അവർ നിരാഹാരത്തിലേക്ക് പോയില്ലേ? ഇനി ആളെ നോക്കാൻ പറ്റുമോ? അനിശ്ചിതകാല നിരാഹാരം തുടങ്ങിയില്ലേ? ഇൻസെന്റീവ് അല്ല ആവശ്യപ്പെടുന്നത്, ഓർഡറേറിയമാണ്. അത് തന്നെയാണ് വീണ്ടും ഒരു പ്രതിസ്ഥാനത്ത് എത്തിക്കുന്നത്. ആരായാലും ഞങ്ങളിപ്പോൾ പ്രതിപക്ഷം തുടങ്ങിയ സമരമല്ലല്ലോ ഇത്. ഞങ്ങളിതിന് പിന്തുണ കൂടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റി അതിൻ്റെ കൂടെയാണ്, ജനങ്ങൾ മുഴുവൻ അതിൻ്റെ കൂടെയാണ്. ആശാ വർക്കർമാർക്ക് ന്യായമായ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ അത് വിളിച്ച് ചർച്ച ചെയ്യണം. അതിന് സാമ്പത്തിക പ്രശ്നം ഗവൺമെൻറ്റിനുണ്ട് എങ്കിൽ അതിനൊരു വഴി ഗവൺമെൻറ് കണ്ടെത്തണം. അല്ലാതെ അവരോട് ന്യായമായ ഒരു വിഷയത്തിൽ അവരവരെ ആവശ്യം പറയുമ്പോൾ അവരെ കളിയാക്കുകയും അവരെ കാഷ്വലായിട്ട് എടുക്കുകയും സീരിയസ് ആയിട്ട് എടുത്തപ്പോൾ മന്ത്രിക്ക് കേന്ദ്രമന്ത്രിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ മോശമല്ലേ? അപ്പോയിൻമെൻറ്റ് കിട്ടണ്ടേ? രാവിലെ പറഞ്ഞ മറ്റൊരു കാര്യം, UDFന്റെ കഴിഞ്ഞ സർക്കാരിനുള്ള കാലത്ത് ഏതാണ്ട് 400 രൂപയ്ക്കടുത്ത് മാത്രമേ 5 വർഷം കൊണ്ട് കൂട്ടിയിട്ടുള്ളൂ. എന്നാൽ LDF സർക്കാരിൻ്റെ കാലത്താണ് ഈ 7,000 രൂപയിൽ വലിയ ഏതാണ്ട് UDFന്റെ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ 8-9 കൊല്ലമായില്ലേ? അതിനുശേഷം രാജ്യത്തെ സ്ഥിതി എന്താ? ഈ UDFന്റെ കാര്യം പറഞ്ഞ് ഇനി ഇരിക്കുന്നതിൽ എന്താ അർത്ഥം? അതിനെല്ലാം അവർക്ക് അവസരം കൊടുത്ത് ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ മര്യാദക്ക് കൊടുത്തിട്ടുണ്ടാവുമായിരുന്നു. അടുത്ത സർക്കാർ വരുമ്പോൾ UDF 21,000 രൂപ തീർച്ചയായിട്ടും കൊടുക്കും. ഞങ്ങൾ അവരുടെ ആവശ്യം ന്യായമാണ് എന്ന് കണ്ട് അതിനനുസരിച്ച് അവർക്ക് വേതനം കൊടുക്കും. എത്രയെന്ന് ഞാൻ മാത്രമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമല്ല. ഞങ്ങളത് മാനിഫെസ്റ്റോയിൽ പറയുകയും ചെയ്യും. ഒരു സംശയവും വേണ്ട. ഈ സമരം ന്യായമാണ്. അവരെ സമരം ധാർമ്മികമായി ജനങ്ങളുടെ പിന്തുണ ഉള്ളതുമാണ്. ആര് സമരം ചെയ്യുന്നു ഞങ്ങൾ ഇപ്പോഴും നോക്കിയിട്ടേ ഇല്ല. അവർ പലരുടെയും പേര് പറയുന്നുണ്ട് ആരോപണത്തിൽ. ഞങ്ങൾ നോക്കിയിട്ടില്ല.